പ്രിയമുള്ളവരെ, എൻ്റെ പേര് പാസ്റ്റർ സജി പള്ളിക്കുന്ന്. ഞാനിന്ന് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇപ്പോൾ കോടിക്കുളത്ത് നിൽക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. ആ സന്തോഷത്തിന് കാരണം നമുക്കൊന്ന് കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ. കാഴ്ച കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം, എങ്ങുമില്ലാത്ത സന്തോഷമാണ് എനിക്കിപ്പോൾ. എനിക്ക് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്. ഇനി എൻ്റെ ഇടത്തെ കണ്ണിൻ്റെ കാഴ്ചകൾ കിട്ടിക്കഴിഞ്ഞാൽ റൂമൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ? എന്റെ കൈയൊക്കെ കാണാൻ കൈ കാണാൻ പറ്റുന്നുണ്ട്. കൈയും പാസിലും കാണാൻ എനിക്ക് പറ്റുന്നുണ്ട്. കണ്ണട വെച്ചിട്ട് പോലും കണ്ടോ, ഇപ്പം കണ്ടോ കാണാൻ ശരിക്കും. കന്നഡ വെച്ചോ. കന്നഡ ഡോക്ടർ പറയുന്ന വരെ വെക്കണം. ഓക്കെ, ദൈവത്തിനെ അനുഗ്രഹിക്കട്ടെ കേട്ടോ. എനിക്ക് രണ്ട് കണ്ണിനും ഇഷ്ടമായിരുന്നു. ഒട്ടും കാണത്തിരുന്നു. തപ്പിത്തരഞ്ഞറിഞ്ഞ് ഞാൻ പിടിച്ച് ഇവിടുന്ന് കട്ടിലെ പിടിച്ച് മേശ പിടിച്ച് പിറ്റേ പിടിച്ചൊക്കെ ആയിരുന്നു. അടുപ്പന്തല ചെന്ന് ചായ എടുക്കുമ്പോൾ ഗ്ലാസ്സിലേക്ക് ചായ വീഴില്ല, പുറത്തേക്കായിരുന്നു ചായ എല്ലാം പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ കഴിഞ്ഞുകൂടി. അത് കഴിഞ്ഞാണ് ഞാൻ അയലക്കത്തുള്ള ചേച്ചിനെ കസാരയിട്ട് റോഡ് സൈഡിൽ കൊണ്ടുവന്ന് ഇരുത്തി. അങ്ങനെ ഞാൻ കുറേ പേര് സഹായിച്ചു. അങ്ങനെ എനിക്ക് പൈസ കിട്ടി. അതുകൊണ്ടൊക്കെ അപ്പുറത്തെ ചേച്ചിയൊക്കെ സഹായിച്ച് അങ്ങനെയൊക്കെയാണ് ഞാൻ ജീവിച്ചു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം എനിക്ക് ദൈവത്തിനോട് 100 നന്ദിയാണ് പറയുന്നത്. ദൈവത്തിനോട് ഇപ്പം എനിക്ക് സജി പാസ്റ്ററെ കാണാൻ പറ്റും. എനിക്ക് എൻ്റെ വലത്തെ കണ്ണുകൊണ്ട് കാണാൻ പറ്റും. ഞാനിവിടെ വരുന്ന സമയത്ത് ഭക്ഷണത്തിനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. വളരെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട്. ഒത്തിരി കഷ്ടപ്പെട്ടു അങ്ങനെ നമ്മൾ വന്നതിന് ശേഷമാണ് പിന്നെ നല്ല ഭക്ഷണമൊക്കെ കഴിക്കാനും ബുദ്ധിമുട്ടുകളൊക്കെ മാറിയൊക്കെ ചെയ്ത് നമ്മളിവിടെ വന്ന വീഡിയോ എടുത്ത് മറ്റുള്ളവർ സഹായിച്ചതിന് ശേഷമാണ്. നിങ്ങൾ ചെയ്തു തന്ന നല്ല കാര്യമാണ്. എൻ്റെ വിശപ്പും ദാഹവും എല്ലാം മാറി. ഞാൻ ഒത്തിരി ആഹാരത്തിന് വേണ്ടി കൊതിച്ചിട്ടുണ്ട്. ഓരോ ഭക്ഷണങ്ങൾ മേടിച്ച് കഴിക്കാനായാലും കൊതിച്ച് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ സജി പാസ്റ്റർ ഇവിടെ വന്ന് എല്ലാം ചെയ്തു തന്നപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിന് സമാധാനമായി, സന്തോഷമായി. എൻ്റെ വലത്തെ കണ്ണ് കാഴ്ച കിട്ടി. ഇനി ഇടത്തെ കണ്ണിനും കൂടെ കാഴ്ച വേണം. ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതാണ് സുലോചന എന്ന് പറയുന്ന സഹോദരിയുടെ, തികച്ചും അനാഥയായിരിക്കുന്ന ഒരു സഹോദരിയുടെ വീട്. 2 കണ്ണിനും കാഴ്ചയില്ലാതെ ഈ കൊടും ചൂടത്ത് പ്രിയ സഹോദരി ആയിരിക്കുകയായിരുന്നു. തികച്ചും അനാഥയാണ്. ആരെങ്കിലുമൊക്കെ ഭക്ഷണം കൊണ്ട് കൊടുത്ത് കഴിച്ചുമൊക്കെ ഇരിക്കുകയായിരുന്നു. 2 കണ്ണിനും കാഴ്ചയില്ലായിരുന്നു. അങ്ങനെ ഈ സഹോദരിയുടെ കണ്ണിന് ഓപ്പറേഷൻ കഴിഞ്ഞു. ഇപ്പോൾ കണ്ണിന് കാഴ്ചയുണ്ട്. ഒരു കണ്ണിന് ആയിരുന്നു ഓപ്പറേഷൻ ഉണ്ടായിരുന്നത്. ഇപ്പോൾ കാഴ്ച ലഭിച്ചിട്ടുണ്ട്. നമ്മൾ ഈ സഹോദരിയെ ഓർത്ത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും ചെയ്തു. ഇനി സഹോദരി ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. യേശുവേ നന്ദി. എനിക്ക് നിങ്ങളെല്ലാവരും എന്നെ സഹായിച്ചതിൽ വളരെയേറെ നന്ദിയുണ്ട്. എൻ്റെ കണ്ണിന് കാഴ്ച, വലത്തെ കണ്ണിന് കാഴ്ച കിട്ടിയെന്ന് വെച്ചാൽ മരുന്ന് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും നേരത്തെക്കാരൻ എൻ്റെ കണ്ണിന് കാഴ്ചയായി. എനിക്ക് വളരെ നന്ദിയുണ്ട്. എനിക്ക് ഈ ഉപകാരം ചെയ്തതിന് ഒരിക്കലും ഞാൻ മറക്കില്ല. നിങ്ങൾക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും, എന്നെ സഹായിച്ചവർക്കും എന്നെ സഹായിച്ച എല്ലാവർക്കും നന്ദി ഞാൻ പറയുന്നു. എനിക്ക് ആരുമില്ലാത്തതാണ്. എനിക്ക് ആരെങ്കിലും ഭക്ഷണം കൊണ്ട് തന്നാൽ ഞാൻ ഭക്ഷണം കഴിക്കും, അല്ലെങ്കിൽ പട്ടിണിയായിരിക്കും. അങ്ങനെ ഞാൻ ജീവിച്ചു പോണു. എന്നായിരുന്നു ഓപ്പറേഷൻ? മെയ് 5-ാം തീയതി. ഓക്കെ, ഈ മാസം മെയ് 5-ാം തീയതി ആയിരുന്നു. ഓക്കെ. ഇരിക്കുന്ന സമയത്താണ് പള്ളിക്കുന്ന് സജി പാസ്റ്റർ എൻ്റെ അടുത്ത് വരും, വീഡിയോ വിളിക്കും ചെയ്ത് എന്നെ സഹായിച്ചു. എനിക്ക് ഒത്തിരിയേറെ സഹായങ്ങൾ ചെയ്തു തന്നു. ഒത്തിരി ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ അല്ലേ നമ്മുടെ ഈ ഓപ്പറേഷൻ ഒക്കെ ചെയ്തത്? അതെ, ഒത്തിരി ടെസ്റ്റ് ചെയ്യണം. ഭയങ്കര കാശന്നേ. പിന്നെ ഇത് ഓപ്പറേഷൻ നടത്തിയത് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലില്. പിന്നെ ഇനി എന്ന് ചെല്ലാനാ പറഞ്ഞിരിക്കുന്നേ? അടുത്ത മാസം 15-ാം തീയതി. ഓക്കെ.
മറ്റേ കണ്ണിന്റെ കാര്യം ഡോക്ടർ എന്താ പറഞ്ഞു? അന്നേരം പറയാന്നാ പറഞ്ഞത്. എത്ര കണ്ണിന് ഓപ്പറേഷൻ ചെയ്യാന്നാ പറഞ്ഞത്. ഓക്കെ. എനിക്ക് വളരെയേറെ നന്ദിയുണ്ട്. എന്നെ സഹായിച്ച എല്ലാവർക്കും വേണ്ടി ഞാൻ എന്നെ പ്രാർത്ഥിക്കുന്നു. ഞാൻ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേക അന്നോട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി. നിങ്ങൾക്കെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു. നമുക്കന്ന് ഏകദേശം എത്ര രൂപ കിട്ടിയിട്ടുണ്ട്? 4 ലക്ഷം രൂപയുടെ അടുത്ത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. പ്രിയമുള്ളവരെ, വളരെ ദുരിതപൂർവമായിരുന്നു കേട്ടോ നമ്മളിവിടെ വരുന്ന സമയത്ത്. കാഴ്ച ഒട്ടുമില്ലാത്ത സാഹചര്യങ്ങളിലൊക്കെ പലപ്പോഴും വീഡിയോ എടുക്കാനൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടി. കാരണം സൗകര്യക്ക് കാഴ്ചയില്ലാത്തതുകൊണ്ട് വല്ലാതൊരു ബുദ്ധിമുട്ടി ആ വീഡിയോ എടുക്കാൻ പോലും. എന്നാൽ ഇന്ന് വളരെ സന്തോഷത്തോടെ, കാരണം ഏറ്റവും പ്രധാനം ഒരു മനുഷ്യന് കണ്ണിന് കാഴ്ച വളരെ പ്രധാനമല്ലേ. കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അത് കാഴ്ചയില്ലാത്ത ഒരു സാഹചര്യം. പിന്നെ വേറെ കാര്യമുണ്ട്, അവരെ സഹായിക്കാനോ ആരുമില്ലാത്ത സാഹചര്യങ്ങളിൽ. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു നമ്മൾ ചെയ്തത് വലിയൊരു ഉപകാരമാണ്, വലിയൊരു നന്മയാണ്. ദൈവം എല്ലാവർക്കും അതിനുള്ള പ്രതിഫലം തരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇത് പിന്നെ കാളിയാർ എന്നടുത്താണ് ഈ കോടിക്കുളം എന്ന് പറയുന്നതായിരിക്കുന്ന സ്ഥലം. കാളിയാർ എന്ന് പറയുമ്പം ഇത് ഏത് ജില്ലയാ? ഇടുക്കി ജില്ല. ഇടുക്കി ജില്ലയിലെ. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ.